ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസു. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണിയാണ്. കഥാസാഗരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഥാസാഗരം എന്താണെന്നറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. കഥകൾ മാത്രമല്ല, അത് കഴിഞ്ഞ് കുറച്ച് വർത്തമാനമൊക്കെ ഉണ്ട്. കഥകളെന്ന് പറയുമ്പോൾ വിവിധ തരത്തിലുള്ള കഥകൾ, നാടോടി കഥകളും മുത്തച്ഛി കഥകളും ഇതിഹാസ കഥകളും പുരാണ കഥകളും ഐതിഹ്യങ്ങളും എല്ലാം ഇതിലൂടെ കടന്നു വരുന്നു. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന കഥകൾ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ഹിതോപദേശ കഥയാണ്. അപ്പോൾ വൈകണ്ട, നമുക്ക് കഥയിലോട്ട് കടക്കാം. കഥ എന്താണ്? ഒരു ഗ്രാമത്തിൽ ദരിദ്രനായ ഒരു ആശാരി ഉണ്ടായിരുന്നു. അയാൾക്ക് സ്ഥിരമായി ജോലി ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായും അതുകൊണ്ട് അതിൻ്റെ പരിണിത ഫലമായിട്ട് അയാളുടെ കുടുംബം വളരെ ദാരിദ്ര്യത്തിലായിരുന്നു കഴിഞ്ഞിരുന്നത്. പലപ്പോഴും വീട്ടു ചെലവിനായി ആശാരി നാട്ടുകാരിൽ നിന്ന് കടം വാങ്ങിയിരുന്നു. പക്ഷേ അത് കൃത്യസമയത്ത് തിരിച്ചു കൊടുക്കാൻ കഴിയാതിരുന്നത് കൊണ്ട് നാട്ടുകാർക്ക് അയാളോട് വിരോധം തോന്നാൻ തുടങ്ങി. ആരും അയാളെ കണ്ടാൽ മിണ്ടാതെയായി. ചിലർ മടിയനെന്ന് വിളിച്ച് കളിയാക്കുന്നതും പതിവായി. അതിൽ മനപ്രയാസം തോന്നിയ ആശാരി തൊഴിലന്വേഷിച്ച് അന്യനാട്ടിൽ പോകാൻ തീരുമാനിച്ചു. ഒരു രാത്രി അയാൾ ആരുമറിയാതെ നാടുവിട്ടു. കാട്ടിലൂടെയായിരുന്നു അയാളുടെ യാത്ര. യാത്രക്കിടയിൽ അയാൾ കാട്ടിൽ ഒറ്റപ്പെട്ട് അലഞ്ഞു നടക്കുന്ന ഒരു പെൺ ഒട്ടകത്തെ കണ്ടുമുട്ടി. അവൾ തൻ്റെ ഇണയെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. കൂടെ അതിൻ്റെ കുട്ടിയുമുണ്ടായിരുന്നു. ആശാരിക്ക് പെട്ടെന്നൊരു ബുദ്ധി തോന്നി. അയാൾ 2 ഒട്ടകങ്ങളെയും വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അതിരാവിലെ തന്നെ അയാൾ ഒട്ടകങ്ങളുമായി വീട്ടിലെത്തി. അന്നു മുതൽ അയാൾ ഒട്ടകങ്ങളെ ശുശ്രൂഷിക്കുന്നതിൽ വ്യാപൃതനായി. രാവിലെ കുളിപ്പിക്കുക, കാട്ടിൽ കൊണ്ടുപോയി മേയ്ക്കുക, വെള്ളം കൊടുക്കുക തുടങ്ങി എല്ലാ ജോലികളും അയാൾ ചെയ്യാൻ തുടങ്ങി. അതോടെ നാട്ടുകാർക്ക് അയാളെപ്പറ്റിയുള്ള അഭിപ്രായത്തിന് മാറ്റം വരാൻ തുടങ്ങി. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒട്ടകക്കുഞ്ഞ് വലുതായി സുന്ദരനും ബലവാനുമായ ഒരു ഒട്ടകമായി. മുത്തുകളും വർണ്ണങ്ങളും കൊണ്ട് അലങ്കരിച്ച് ആശാരി അവനെ കൂടുതൽ സുന്ദരനാക്കി. മാത്രമല്ല, തൻ്റെ ഭാര്യയെയും മക്കളെയും കൊണ്ട് ഗ്രാമത്തിലൂടെ ഒട്ടകപ്പുറത്ത് സവാരി നടത്തുന്നതും പതിവാക്കി. ഇത് നാട്ടുകാർക്കിടയിൽ ചിലർക്ക് അസൂയുണ്ടാക്കി. നമ്മുടെ ഭിക്ഷ കൊണ്ട് ജീവിച്ചിരുന്ന ആശാരിയുടെ ഇപ്പോഴത്തെ നില കണ്ടോ? ആൾക്കാർ പരസ്പരം പറയുന്നത് ആശാരി കേൾക്കാതിരുന്നില്ല. പക്ഷേ അയാളത് കാര്യമാക്കിയില്ല. അയാൾക്കൊരു സ്വപ്നമേ ഉണ്ടായിരുന്നുള്ളൂ: തൻ്റെ ഒട്ടകങ്ങളുടെ എണ്ണം കൂട്ടുക. താമസിക്കാതെ അയാളുടെ ആഗ്രഹം നടന്നു. ഒട്ടകങ്ങളുടെ എണ്ണം കൂടാൻ തുടങ്ങി. വർഷങ്ങൾ കൊണ്ട് അയാൾ വലിയൊരു ഒട്ടകക്കൂട്ടത്തിൻ്റെ ഉടമയായി. അയാളെ ആരും ആശാരി എന്ന് വിളിക്കാതെ ഒട്ടക മുതലാളി എന്ന് അയാൾ അറിയപ്പെടാൻ തുടങ്ങി. അതോടുകൂടി നാട്ടുകാരുടെ അസൂയയും വളർന്നു. ഒരു ദിവസം ആശാരി ഒട്ടകങ്ങളുമായി വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അസൂയാലുവായ ഒരു കർഷകൻ പറഞ്ഞു: നിങ്ങളുടെ ഒട്ടകങ്ങൾ കാണാൻ അതിമനോഹരമാണ്. ഇവ എങ്ങനെയെങ്കിലും നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ അതിനെക്കുറിച്ച് ഇതുവരെ ചിന്തിച്ചിട്ടില്ല, ആശാരി പറഞ്ഞു. അതിന് ഞാനൊരു നല്ല വിദ്യ പറഞ്ഞുതരാം. ഏതെങ്കിലും ഒട്ടകത്തിൻ്റെ കഴുത്തിൽ ഒരു മണി കെട്ടുക. അതിൻ്റെ ശബ്ദം കേൾക്കുന്ന മറ്റ് ഒട്ടകങ്ങൾ അതിൻ്റെ ചുറ്റും നിന്നുകൊള്ളും. മാത്രമല്ല, ഓരോ ഒട്ടകത്തെയും പ്രത്യേകം തെളിക്കേണ്ട ആവശ്യമില്ല. മണി കെട്ടിയ ഒട്ടകത്തെ മാത്രം നയിച്ചാൽ മതി. അതിൻ്റെ പിറകെ മറ്റ് ഒട്ടകങ്ങൾ വന്നുകൊള്ളും, കർഷകൻ പറഞ്ഞു. കർഷകൻ്റെ ദുരുദ്ദേശം ആശാരിക്ക് മനസ്സിലായില്ല. അയാൾ ഏറ്റവും സുന്ദരനായ ഒട്ടകത്തിൻ്റെ കഴുത്തിൽ ഒരു മണി കെട്ടി. അതോടുകൂടി ആ ഒട്ടകത്തിൻ്റെ അഹങ്കാരം വർദ്ധിച്ചു. മറ്റുള്ള ഒട്ടകങ്ങളെക്കാൾ കേമനാണ് താനെന്നായി അതിൻ്റെ വിചാരം. അതുകൊണ്ട് മറ്റു ഒട്ടകങ്ങളുടെ കൂടെ കൂടാതെ ദൂരെ മാറി മേയുക പതിവായി. ഒരു ദിവസം പതിവ് പോലെ ആശാരി ഒട്ടകങ്ങളെ കാട്ടിൽ മേയ്ക്കാൻ കൊണ്ടുചെന്നു. മണി കെട്ടിയ ഒട്ടകം മാത്രം കൂട്ടം വിട്ട് അകലേക്ക് പോയി മേയാൻ തുടങ്ങി.
ഈ സമയം വിശന്ന് വലഞ്ഞ ഒരു സിംഹം അതുവഴി കടന്നു പോവുകയായിരുന്നു. അത് ഒട്ടകത്തിൻ്റെ കഴുത്തിൽ കെട്ടിയ മണി ശബ്ദം കേട്ടു. എവിടെ നിന്നാണ് ഈ ശബ്ദം എന്ന് തിരക്കി നടന്ന സിംഹം ഒടുവിൽ മണി കെട്ടിയ ഒട്ടകത്തെ കണ്ടു. പിന്നെ ഒട്ടും താമസിച്ചില്ല. സിംഹം അതിൻ്റെ പുറത്ത് ചാടി വീണ് അതിൻ്റെ കഥ കഴിച്ചു. അസൂയാലുവിൻ്റെ ഉപദേശം ഒരാലോചനയും കൂടാതെ നടപ്പാക്കിയ ആശാരിക്ക് നല്ലൊരു ഒട്ടകത്തെയും നഷ്ടമായി. ഇത്രയുമാണ് കഥ. ഒരു ചെറിയ കഥയാണ് അല്ലേ? പക്ഷെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് എൻ്റെ ഒരു ക്രാഫ്റ്റ് എന്നൊക്കെ പറയുന്നത് അല്ലേ? ഇത് ആശാരിയുടെ കാര്യം അല്ലേ? ആദ്യം അയാൾ ദാരിദ്ര്യത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് പലരിൽ നിന്നുമൊക്കെ കടം വാങ്ങിക്കഴിഞ്ഞാലോ പിന്നെ നാട്ടുകാരുടെ അല്ലെങ്കിൽ വാങ്ങിയവരുടെയൊക്കെ കുറ്റപ്പെടുത്തലായി അയാൾ പിന്നെ ഒന്നും കൊള്ളാത്തവനാവും സമൂഹത്തിൻ്റെ കണ്ണിൽ. ഇത് ഇന്നും സംഭവിക്കുന്നൊരു കാര്യമാണ് അല്ലേ? നമുക്കൊരു പരാജയം സംഭവിക്കുമ്പോൾ കൊള്ളാത്തവനായി. പിന്നെ കഥകളായി, നമ്മുടെ കഴിവില്ലായ്മയെക്കുറിച്ചുള്ള പെരുപ്പിച്ച കഥകളായി. രസമാണ് മറ്റുള്ളവർക്ക് ആ വീഴ്ച ഒന്ന് പറഞ്ഞ് രസിക്കുക എന്ന് പറയുന്നത്. സ്വന്തം സഹോദരങ്ങൾ പോലും വിടില്ല, നല്ല രീതിയിൽ ആഘോഷിക്കും, കീറി മുറിച്ച് അവലോകനം ചെയ്യും. ഇവിടെയും ആശാരി അങ്ങനെ ഒരു അവസ്ഥയിലാണ്. അയാൾ മനപ്രയാസമൊക്കെ തോന്നി ആശാരി തൊഴിലന്വേഷിച്ച് അന്യനാട്ടിൽ പോകാൻ തീരുമാനിച്ചു. അന്യനാട്ടിൽ പോകുമെന്ന് പറഞ്ഞാൽ ഇന്നും ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. ഒരു കാലത്ത് 60കളും 70കളിലുമൊക്കെ അല്ലെ 50കളിലുമൊക്കെ മദ്രാശിയിലോട്ട് അല്ലേ വണ്ടി കയറുക, അല്ലെങ്കിൽ സിലോണിലോട്ട് അല്ലെങ്കിൽ മലേഷ്യയിലോട്ട് മലയാളിലോട്ട് വണ്ടി കയറുക, കപ്പൽ കയറുക, അങ്ങനെയൊക്കെ ആയിരുന്നു അല്ലേ തൊഴിൽ അന്വേഷിച്ച്. ഞാനെന്ന് പറഞ്ഞ ആത്മകഥയിൽ NN പിള്ള അങ്ങനെ മലേഷ്യയിലോട്ടൊക്കെ പോയാണ്, സിംഗപ്പൂർ, മലേഷ്യ ആ ഭാഗത്തൊക്കെ പോയാണ് തൊഴിൽ അന്വേഷിച്ചാണ്. ഇവിടുന്ന് പ്രശ്നങ്ങളായി, ദുരിതങ്ങളായി, അങ്ങനെ ഒട്ടേറെ പേർ ആ കാലത്തൊക്കെ അവിടേക്ക് പോയിരുന്നു. ഇവിടെ തന്നെ ഇന്ത്യയിൽ തന്നെ നമ്മളൊക്കെ മലയാളികളൊക്കെ ബോംബെയിലോട്ട് പോവുക. അതിനു മുമ്പ് മദ്രാശിയായിരുന്നു അല്ലേ, മദ്രാശിയിലോട്ട് പോവുക. അവിടെയൊക്കെ പോയി തൊഴിലന്വേഷിച്ച് ചിലർക്ക് തൊഴിൽ കിട്ടും, അവിടെയൊക്കെ സ്ഥിരതാമസമാക്കും, അങ്ങനെയൊക്കെ. അതുപോലെ ഇവിടെ ഒരു ആശാരി അങ്ങനൊരു സ്ഥലം അല്ലേ നാട് വിട്ട് പോവുകയാണ്. അപ്പോഴാണ് ഈ ഒട്ടകത്തെയൊക്കെ കാണുന്നത്, കൂട്ടിക്കൊണ്ടുവരുന്നത്. ഒരു വ്യക്തി പിന്നെ വിജയം കൈവരിച്ചാലോ പിന്നെ ഈ പടിചാരുന്നവർക്ക് പിന്നെ അസൂയയായി അല്ലേ, അതും ഈ കഥയിൽ പറയുന്നുണ്ട്. പിന്നെ അടുത്തത് അസൂയയുടെ ഒരു കാലമാണ്. പിന്നെ അതെങ്ങനെ പാരവെക്കാം, അയാളെ വലിച്ച് താഴെ ഇടാം. അതിപ്പോൾ ഒരു ഉന്നത ജോലിയിലിരിക്കുന്ന ആളായാലും അല്ലെങ്കിൽ ഒരു എന്താ പറയുക ധനവാനായാലും അല്ലേ, ഒരു കച്ചവടത്തിലൂടെയോ ബിസിനസ്സിലൂടെയോ ഒക്കെ ധനസ്ഥിതി വർദ്ധിച്ചാൽ ഈ അവസ്ഥ അങ്ങനെയാണ്. വേറൊരു കാഴ്ചപ്പാടോടുകൂടിയാണ് അല്ലെങ്കിൽ നമ്മളെ നോക്കി വീക്ഷിക്കുന്നത്. പിന്നെ അതിൻ്റെ വികാരങ്ങൾ, മനുഷ്യ മനസ്സിലുണ്ടാകുന്ന വികാരങ്ങൾ, അസൂയയും വെറുപ്പും കുശുമ്പും എല്ലാം ഒക്കെ ചേർന്ന ഒരു വല്ലാത്ത മാനസികാവസ്ഥയായിരിക്കും കുറേ പേർക്ക്. അപ്പോൾ അവിടെ പാരയായി അല്ലേ, എങ്ങനെ അയാളെ അതിന് തുരകം വെക്കാം, അയാളെ വലിച്ച് താഴെയിടാം. അപ്പോൾ ആസൂത്രണമായി അയാളെ കുബൂതിയിലൂടെ താഴെയിടാൻ നോക്കുന്നു. എന്തായാലും അതിൻ്റെ ഫലമായിട്ട്, ഒരാളുടെ കുബുദ്ധിയുടെ ഫലമായിട്ട് നമ്മുടെ ഈ ആശാരിയുടെ ഒരു ഒട്ടകത്തെ, വിലപ്പെട്ട ഒരു ഒട്ടകത്തെ നഷ്ടപ്പെടുകയാണ്. മനുഷ്യൻ്റെ രീതി ഇങ്ങനെയൊക്കെയാണ്. ഒരു മനുഷ്യൻ്റെ ട്രാൻസ്ഫോർമേഷനൊക്കെ നമുക്ക് ഇതിനകത്തൂടെ അറിയാം അല്ലേ. അയാളൊരു ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് പതുക്കെ ഒട്ടകം വഴി അല്ലേ അയാൾക്ക് കര പിടിക്കുന്നു, ഒട്ടകങ്ങൾ വർദ്ധിക്കുന്നു. അയാളെല്ലാവരും ഒട്ടക മുതലാളി എന്ന് വിളിക്കുന്നു അല്ലേ. നമ്മൾ ഈ പണമൊക്കെ വർദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ മുതലാളിയായി, ഒരു പറ്റം ആ പേര് തന്നെ, നാമം തന്നെ മാറുകയായി. പണം അങ്ങനെ ചില മാറ്റങ്ങളുണ്ടാക്കും. സമൂഹത്തിൽ ചില വിലയും നിലയൊക്കെ സമൂഹം നൽകാൻ തുടങ്ങും. വിളിക്കുന്നതിൽ പോലും ആ മാറ്റം പ്രകടമാണ്. എന്തായാലും ഈ കഥയിലല്ലേ ഒരു പഴയ ചിത്രമാണ് നമ്മുടെ കൺമുമ്പിലോട്ട് കടന്നു വരുന്നത്. ഞാൻ ഈ കഥയെക്കുറിച്ചുള്ള അവലോകനം വിട്ടിട്ട് ഒന്ന് മാറി ചിന്തിക്കുകയാണ്. ഒട്ടകം അല്ലേ, ആ ഒരു പഴയ ഗ്രാമചിത്രം ഒക്കെയാണ് നമ്മുടെ കൺമുമ്പിലേക്ക് ഇതിലൂടെ കടന്നു വരുന്നത്. ഒട്ടകം. ഞാൻ ഈയിടയ്ക്ക് എൻ്റെ ഒരു പരിപാടിയിൽ ഞാൻ കാളവണ്ടിയെക്കുറിച്ചായിരുന്നു എൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞത്. നമ്മുടെ കൊല്ലം പട്ടണത്തിലും എല്ലായിടത്തുമൊക്കെ ഒരു കാലത്ത് കാളവണ്ടി ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. സാധനങ്ങൾ, ചരക്ക് നീക്കത്തിനൊക്കെ കാളവണ്ടിയെ ആശ്രയിച്ചിരുന്നു. ചെറു ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക്
സാധനങ്ങളുമായിട്ട് വരുന്നു, കച്ചവടം വിൽക്കാനുള്ള സാധനങ്ങളുമായിട്ട് വരുന്നു, അവിടെ കൊടുക്കുന്നു. പിന്നെ ഈ ചെറുകിട കച്ചവടക്കാർക്ക്, ഈ ഗ്രാമങ്ങളിലുള്ള അല്ലെങ്കിൽ ചെറു നഗരങ്ങളിലുള്ള കച്ചവടക്കാർക്ക് ഈ വലിയ പട്ടണത്തിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുപോകുന്നു. ഇതൊക്കെ കാളവണ്ടിയാണ് ചെയ്തിരുന്നത്, രാവിലെ പുറപ്പെടുന്ന കാളവണ്ടി. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞ ആ ഒരു ചിത്രം എൻ്റെ മനസ്സിലോട്ട് കടന്നു വരികയായിരുന്നു ഇത് വായിച്ചപ്പോൾ. പലതും നമുക്ക് നഷ്ടപ്പെട്ടു തുടങ്ങി അല്ലേ. സത്യം പറഞ്ഞാൽ നല്ലത് തന്നെ മാറ്റം. കാളവണ്ടി തനിക്ക് താങ്ങാൻ പറ്റാവുന്നതിലധികം ഭാരം ചുമക്കുന്നത് നമ്മുടെ കാഴ്ചയിൽ പലപ്പോഴും ഉടക്കാറുണ്ട്. നുരയും പതയൊക്കെ എൻ്റെ വായിൽ നിന്ന് താഴേക്ക് പതിക്കുന്നു, കഷ്ടപ്പെടുന്നു. തിരികെ വൈകുന്നേരം വരുമ്പോൾ ആവശ്യത്തിലധികം ചുമട് കാണും, അതുമായിട്ട് വലിച്ച് കഷ്ടപ്പെട്ട് വരുന്ന കാളവണ്ടി. കാളകൾ അടികൊണ്ട് പുറം പൊളിഞ്ഞ പാടുകൾ കാണാം. വളരെ ദയനീയമായ ചിത്രമാണ് പലപ്പോഴും കാണാറുള്ളത്. അത് പറയുമ്പോഴാണല്ലേ പല ജീവികളും തന്നെ നമുക്ക് നമ്മുടെ ചുറ്റും ഇല്ലെന്ന് വേണം പറയാം. നമ്മുടെ മുറ്റത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാലേ, പണ്ട് രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു പ്രാണികൾ ഇങ്ങനെ ചാടി പോകുന്ന കാണാം. കുഞ്ഞു കുഞ്ഞു കറുത്തതും അങ്ങനെ പല നിറത്തിലുള്ള ചെറിയ ചെറിയ കൂനകളും അതിനകത്തുനിന്ന് ഓടിച്ചാടി വരുന്ന പ്രാണികളും മറ്റു മുറ്റത്തിന് വേറൊരു രീതിയായിരുന്നു. ആ പല പ്രാണികളും കാണാതായി അല്ലേ, നമ്മുടെ അപ്രതീക്ഷിതമായി. വീടിൻ്റെ ചുറ്റുമൊക്കെ നനയാത്ത മണൽ കാണും, അതിനകത്ത് കുഴിയാനകളുണ്ട് അല്ലേ. ആ കുഴിയാനയൊക്കെ ഇപ്പോൾ അങ്ങനെ അധികം കാണാറില്ല നമ്മുടെ വീടിൻ്റെ ചുറ്റുമൊന്നും. അങ്ങനെ കുഴിയാനകൾ, കുട്ടികളത് അതിൽ കളിക്കാറുണ്ട്. ആ ചെറിയ കുഴികളിലും അതിനകത്ത് എന്തെങ്കിലും പ്രാണിയെ പിടിച്ച് ഇട്ട് കുഴിയാന വന്നത് വിഴുങ്ങുന്നതൊക്കെ നോക്കി നമ്മൾ നിൽക്കാറുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാനത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില ചിത്രങ്ങളൊക്കെ അതൊക്കെ അപ്രതീക്ഷിതമാവുകയാണ്. മുതലകളുണ്ടായിരുന്നല്ലേ, പല കുളങ്ങളിലും കായലുകളിലും മുതലകളുണ്ടായിരുന്നു. അവസാനമായിട്ട് ഈ മുതലകളുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാലല്ലേ, അവസാനമായിട്ട് അവനെന്നും മനുഷ്യനെ കണ്ടോ അന്നോടുകൂടി എനിക്കൊന്ന് അവൻ്റെ ആയുസ് നഷ്ടപ്പെട്ടു തുടങ്ങി. കായലിലെ മുതലകളുണ്ടായിരുന്നു അല്ലേ, മീൻ മുതലകളും കൂറ്റൻ അഴി മുതലകളും തോടുകളിലും നദികളിലും ഒക്കെ ഇഷ്ടംപോലെ മുതലകളുണ്ടായിരുന്നു. അതൊക്കെ പതുക്കെ അല്ലേ എണ്ണത്തിലൊക്കെ. മുതലകളെ പേടിച്ച് മനുഷ്യർ പലയിടങ്ങളിൽ ഇറങ്ങാറില്ലായിരുന്നു, അതൊക്കെ ഇല്ലാതായി. പിന്നെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അല്ലേ നമ്മുടെ കാഴ്ചയിൽ നിന്ന് അപ്രതീക്ഷിതമായി കാലത്തിൻ്റെ മാറ്റത്തിൽ വന്നതാണ്. പലപ്പോഴും ഈ നദികളുടെ തീരങ്ങളിലും കുളങ്ങളുടെ തീരങ്ങളിലും മറ്റുമൊക്കെ അള്ളൽ നിർമ്മിച്ച് മുട്ടകളിട്ട് പെറ്റുപെരുകിയിരുന്നു, മുതല കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ ഇല്ലാതായി. അപ്പോൾ നമ്മൾ ഈ കാളവണ്ടിയുടെ കാര്യം പറഞ്ഞ കണക്ക് തന്നെ അല്ലേ, കാളവണ്ടികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒക്കെ മാറി അല്ലേ. യന്ത്രവൽകൃത വാഹനങ്ങൾ, മോട്ടോർ വാഹനങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കടന്നു വന്നതോടെ അതെല്ലാം അപ്രത്യക്ഷമായി. ഒട്ടകങ്ങളിൽ സഞ്ചരിച്ചിരുന്നു അല്ലേ, കുതിരവണ്ടികളിൽ സഞ്ചരിച്ചിരുന്നു, കുതിരകളിൽ സഞ്ചരിച്ചിരുന്നു മനുഷ്യൻ. അവിടെ നിന്നെല്ലാം പതുക്കെ അവൻ ആധുനിക യാത്രാ സൗകര്യങ്ങളൊക്കെ അവനെ തേടിയെത്തുകയും അവനത് പുണരുകയും ചെയ്തു. എന്തായാലും ചില മാറ്റങ്ങൾ പറഞ്ഞതാണ്. അതിനകത്ത് ഒരു ചിത്രമുണ്ട് അല്ലേ, ഈ കഥയിൽ തൻ്റെ ഭാര്യയും മക്കളെയും കൊണ്ട് ഗ്രാമത്തിലൂടെ ഒട്ടകപ്പുറത്ത് സവാരി നടത്തുന്നത് ഈ ആശാരിയുടെ ഒരു ചിത്രമുണ്ട്. അത് വായിച്ചപ്പോൾ തോന്നിയതാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയാണ്, മാറ്റം മാത്രമാണല്ലേ അനിവാര്യമായിട്ടുള്ളത്, മാറിക്കൊണ്ടിരിക്കും, അതിനെ ഒഴിച്ചുകൂടാൻ പറ്റത്തില്ല. യാത്രയുടെ കാര്യം പറയുമ്പോൾ ഇനി മുംബൈയിലൊക്കെ നമുക്ക് ഇലക്ട്രിക് ടാക്സികളൊക്കെ വരാൻ പോകുന്നു. അങ്ങനെയും വായിച്ചു 2-3 ദിവസം മുമ്പ് പത്രത്തിൽ ഇലക്ട്രിക് ടാക്സികൾ. അപ്പോൾ അതിങ്ങനെ തിക്കും തിരക്കുമൊക്കെ കുറയുമെന്നാണ് പറയുന്നത്. അത് പ്രൈവറ്റ് കമ്പനികളായിരിക്കും ഏറ്റെടുത്ത് നടത്തുക. അപ്പോൾ ട്രാം പോലെയൊക്കെയുള്ള ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ വരാൻ പോകുന്നത് വായിച്ചു. അപ്പോൾ അതൊക്കെയാണ് ഈ മാറ്റങ്ങളെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ കഥാസാരം അവസാനിപ്പിക്കാൻ സമയമായി. അടുത്ത എപ്പിസോഡിൽ കാണാം പുതിയ ഒരു കഥയും പുതിയ കുറച്ച് വിശേഷങ്ങളുമായി. ഇത്ര നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, ബോണി.